സർ, നിലമ്പൂരിൽ കോൺഗ്രസിന്റെ ഒരു ആവേശത്തിന് ഒരു കുറവുള്ളത്, അല്ലെങ്കിൽ കോൺഗ്രസ് വിജയിക്കണമെങ്കിൽ പ്രിയങ്ക വാദ്ര എത്തണമെന്നാണ് കോൺഗ്രസ് തന്നെ പറയുന്നത്. എന്ന് വെച്ചാൽ പ്രിയങ്ക ഒന്ന് വന്നോട്ടെ, ഞങ്ങൾ കാണിച്ചു തരാം എന്നുള്ള മട്ടാണ് കോൺഗ്രസിന് നിലമ്പൂരിൽ. എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, നിലമ്പൂരിൽ കോൺഗ്രസിന് വേണ്ടി പ്രിയങ്ക വന്നാൽ അവർ ജയിക്കുമോ? കോൺഗ്രസ് പ്രിയങ്കയെ കൊണ്ടുവന്ന് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയാൽ കോൺഗ്രസ് നിലമ്പൂരിൽ ജയിക്കുമോ? നിതുവിന്റെ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത്, പണ്ട് കേരളത്തില് ഒരു വലിയ മുദ്രാവാക്യം ഉണ്ടായിരുന്നു. ഇ എം എസ് അധികാരത്തിൽ വന്ന്, നമുക്കെല്ലാം നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകില്ല, കേട്ട് വായിച്ചിട്ടുണ്ടാകുന്നത്. 1957 ആദ്യത്തെ തെരഞ്ഞെടുപ്പിലൂടെ ബാലറ്റിലൂടെ അധികാരത്തിൽ വരികയായിരുന്നു. ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലാണ്. ആ മന്ത്രിസഭ ഉണ്ടായത് കേരളത്തിലാണ്. അതിന് നേതൃത്വം കൊടുത്തത് ശ്രീ EMS നമ്പൂതിരിപ്പാടായിരുന്നു. അപ്പൊ EMS അന്ന് ഈ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് പച്ച പോലെ കേരളത്തിൽ ഇത് ഇങ്ങനെ വ്യാപകിച്ച് വളരുകയാണ്. വ്യാപകമായിട്ട് അത് വളർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. EMS ആണ് അതിന്റെ സർവാധികാരി. എല്ലാ തരത്തിലും തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ആദർശവാനായ EMS നമ്പൂതിരിപ്പാട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാ ആയുധങ്ങളും, എതിരാളികളുടെ എല്ലാ ആയുധങ്ങളും തിരിയുന്നത് അദ്ദേഹത്തിന്റെ നേരെയാണ്. EMS-നെ കേന്ദ്രീകരിച്ചാണ്. ഇപ്പൊ ഈ പിണറായി എന്ന് പറയുന്നത് പോലെയുള്ള ഒരു അവസ്ഥയല്ല അന്ന് പാർട്ടിക്കുള്ളത്. വളരെ ആദർശവാദികളായ കമ്മ്യൂണിസ്റ്റുകാരുടെ, കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ആളുകളുടെ പാർട്ടിയാണ്. അപ്പൊ EMS-നെ ആക്രമിക്കുക, അതായിരുന്നു അന്നത്തെ വലിയ മുദ്രാവാക്യം. അന്ന് ഈ കേരളം മുഴുവൻ അലയടിച്ച ഒരു മുദ്രാവാക്യമായിരുന്നു, കൊല്ലം 10 കഴിഞ്ഞോട്ടെ, പിള്ളാരൊന്ന് വളർന്നോട്ടെ, EMS-നെ EM പൂശി ഈയര് പോലെ വളർപ്പിക്കും. അങ്ങനെ ഈ പ്രയോഗമായിരുന്നു അന്ന് നടത്തിയിരുന്നത്. 10 കൊല്ലം ഒന്ന് കഴിഞ്ഞാല് ഞങ്ങളുടെ പിള്ളേരൊക്കെ ഒന്ന് വളരട്ടെ, അത് കഴിഞ്ഞാല് EMS-നെയും അവരുടെ ഭരണത്തിനെയും ഒക്കെ ഞങ്ങൾ ഈയര് പോലെ വളർപ്പിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞൊരു ഓർമ്മയാണ് എനിക്കിപ്പോ കഴിഞ്ഞ ദിവസം കോൺഗ്രസ്സുകാരുടെ കഴിഞ്ഞ നേരത്തെ അവകാശവാദം കേട്ടപ്പോൾ. പ്രിയങ്ക ഒന്ന് വന്നോട്ടെ, 10 ദിവസം ഒന്ന് കഴിഞ്ഞോട്ടെ, പ്രിയങ്ക ഗാന്ധി എന്ന് വിശേഷിപ്പിക്കണോ അതോ നീതു പറഞ്ഞ പോലെ വാദ്ര എന്ന് വിശേഷിപ്പിക്കണം? രണ്ടും ശരിയാണ് കേട്ടോ. അവരെ കോൺഗ്രസ്സുകാര് ഇപ്പൊ BJP-യിലേക്ക് പോയ സന്ദീപ് വാര്യരൊക്കെയാണ് ചാനൽ ചർച്ചകളില് അവരെ വാദ്ര എന്നാണ്. ഇപ്പൊ പിന്നെ സന്ദീപിന്റെ നിലപാട് എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും രണ്ടും ശരിയാണ്. പ്രിയങ്ക ഗാന്ധി എന്നും പറയാം, പ്രിയങ്ക വാദ്ര, അവരുടെ ഭർത്താവിന്റെ പേര് ചേർത്ത് പ്രിയങ്ക വാദ്ര എന്ന് പറയുന്നത് തെറ്റില്ല. അവരിങ്ങോട്ടൊന്ന് വന്നോട്ടെ, അവര് കേരളത്തിലേക്കൊന്ന് വന്നോട്ടെ. ഒരു വയനാടിന്റെ MP ആണ്. വയനാടിന്റെ അസംബ്ലി മണ്ഡലത്തിൽപ്പെട്ട നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തെ അവർ പ്രതിനിധീകരിക്കുന്നുണ്ട്. അവരിങ്ങോട്ടൊന്ന് വന്നോട്ടെ. വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിലനിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. കോൺഗ്രസ് പാർട്ടിക്ക് അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ ഉണ്ടായിരിക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക്, ഇപ്പൊ ഇന്നലത്തെ പോലെ തന്നെ ആ പയ്യക്കുട്ടിയുടെ മരണം അടക്കമുള്ള രാഷ്ട്രീയ എതിരാളികൾ ഉന്നയിക്കുന്ന, അവർ പലതരം ആയുധങ്ങൾ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. അതിലൊന്നാണ് ഈ കുട്ടിയുടെ മരണമെന്നുമാണ് പറയുന്നത്. എന്തായാലും അത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും, അതുപോലെ അൻവർ ഉയർത്തിവിടുന്ന ഭീഷണി എന്ന് പറയാവുന്ന ആരോപണങ്ങൾക്കും ഒക്കെ മറുപടിയാകുമെന്നാണ് പറയുന്നത്. ശരിയാണ്, അതിനകത്തൊരു വാസ്തവമുണ്ട്. കോൺഗ്രസ്സുകാർ പറയുന്നതിനുള്ള അവകാശവാദത്തിനൊരു വാസ്തവമുണ്ട് അതിനകത്ത്. കാരണം ഈ മണ്ഡലത്തില്, വയനാട് മണ്ഡലം കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമാണ്. എല്ലാ കാലങ്ങളിലും അങ്ങനെ തന്നെയാണ്, ഒരു കുത്തക മണ്ഡലമാണ്. അവിടെ എതിരാളികളില്ലായിരുന്നു, അവർക്ക് പൊതുവെ എതിരാളികളില്ല. CPM ഈ മണ്ഡലം പൊതുവെ വിട്ടുകൊടുക്കുകയും ചെയ്തതാണ്. CPIക്ക് മത്സരിക്കാനായിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. അവർക്ക് പരമാവധി CPIയുടെ ആനി രാജ പോലും മത്സരിക്കുന്ന കാലത്ത് 25-26% കൂടുതൽ വോട്ടുകളൊന്നും അവിടെ പോൾ ചെയ്യുന്ന വോട്ടുകളിൽ അവർക്ക് കിട്ടിയിട്ടില്ല. ദുർബലമായ ഒരു സംഘടനാ സംവിധാനവും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. CPM അത്രയും പോലും അതിനെ ഗൗനിച്ചിട്ടില്ല. അങ്ങനെ അവർ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള വയനാട് മണ്ഡലത്തിലേക്കാണ് പ്രിയങ്ക ഗാന്ധിയാണ് കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ചത്. അവരുടെ സഹോദരൻ രാഹുൽ ഗാന്ധി ഒഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് 2 മണ്ഡലങ്ങളിലും ജയിച്ചത് കൊണ്ട് വയനാട് ഒഴിയേണ്ടി വന്നു. അങ്ങനെയാണ് പ്രിയങ്ക മത്സരിക്കുന്നത്. അതൊക്കെ നമുക്കറിയാവുന്ന ചരിത്രമാണ്. അങ്ങനെ മത്സരിക്കുമ്പോൾ പോളിംഗ് പെർസെന്റേജ് രാഹുൽ മത്സരിക്കുന്നതിനേക്കാൾ പോളിംഗ് പെർസെന്റേജ് കുറഞ്ഞെങ്കിലും അവരുടെ ഭൂരിപക്ഷം വർദ്ധിച്ചു. ഏതാണ്ട് 4 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അവിടെ ജയിക്കുന്നത്. ഏതാണ്ട് പോൾ ചെയ്തതിന്റെ ഏതാണ്ട് 60-ലേറെ ശതമാനം വോട്ടുകളും പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ അത്രയേറെ സ്വാധീനം അവർക്ക്. ആ കുടുംബമായി പറഞ്ഞില്ലേ, നെഹ്റു കുടുംബത്തോടുള്ള സ്വാധീനം. അവർ വടക്കേ ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്ന് മത്സരിക്കുന്നു. അങ്ങനെയുള്ള ഒരു പോരായ്മകളും അവർക്കുണ്ടായില്ല. ഒരു വലിയ സ്വീകാര്യതയായിരുന്നു.
രാജീവ് ഗാന്ധി ആദ്യം ഈ മണ്ഡലത്തിൽ മത്സരിച്ചത് ഉണ്ടായപ്പോൾ ഒരു സ്വീകാര്യതയാണ് പിന്നീട് പ്രിയങ്ക ഗാന്ധിക്ക് അവിടെ കിട്ടിയത്. 4 ലക്ഷത്തിൽ പല വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു. അവിടെ സത്യൻ മൊഹേരി എന്ന് പറയുന്ന CPI സ്ഥാനാർത്ഥി ഏതാണ്ട് 2 ലക്ഷത്തിൽ ചെല്ലുവാനോ വോട്ടേ അദ്ദേഹത്തിന് കിട്ടിയുള്ളൂ. പ്രിയങ്കയ്ക്ക് ഏതാണ്ട് 6 ലക്ഷത്തിൽ പല വോട്ടുകൾ അവിടെ നിന്ന് കിട്ടി. അപ്പൊ ഈ സാഹചര്യത്തിൽ പ്രിയങ്കയെ പോലെയുള്ള ഒരു സ്റ്റാർ ക്യാമ്പയിനർ അല്ല, അവരൊരു സൂപ്പർ സ്റ്റാർ ക്യാമ്പയിനറാണ്. സൂപ്പർ സ്റ്റാർ ക്യാമ്പയിനർ തന്നെ വിശേഷിപ്പിക്കാം. പറയുന്നത് പോലെ കോൺഗ്രസ്സുകാരുടെ അവകാശവാദം പറയുന്നത് പോലെ അവരങ്ങനെ വലിയ വിവാദങ്ങളിൽ, വ്യക്തിപരമായിട്ട് അവർ വിവാദങ്ങളിലൊന്നും ചെന്ന് പെട്ടിട്ടില്ല. അവരുടെ ഭർത്താവ് വാദ്ര ചില കേസുകളിലൊക്കെ ചെന്ന് കുടുങ്ങിയെങ്കിലും ഇവർ വ്യക്തിപരമായി അത്തരം പ്രശ്നങ്ങളൊന്നും അവരുടെ പേരിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രിയങ്ക, അതേപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ, കോൺഗ്രസ്സുകാരെ വിശേഷിപ്പിക്കുന്നതും മറ്റേ ആളുകളൊക്കെ നിഷ്പക്ഷരായ ചിലർ പറയുന്നത് പോലെ ഇന്ദിരാഗാന്ധിയുടെ മുഖവും മൂക്കും കണ്ണും എന്നൊക്കെ പറഞ്ഞുള്ള വിശേഷങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അത് ആ മണ്ഡലത്തെ അത് ഭയങ്കരമായി സ്വാധീനിച്ചു, ഗംഭീരമായി സ്വാധീനിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് അവരുടെ ഭൂരിപക്ഷം. അങ്ങനെയുള്ള പ്രിയങ്ക ഇതാ കേരളത്തിലേക്ക് വരികയാണ്. കേരളത്തിലേക്ക് അവര് ഒരാഴ്ചക്കകമോ മറ്റോ കേരളത്തിലേക്ക് എത്തും. 10 ദിവസം വേണ്ടാന്നാ പറയുന്നത്. അതിനു മുമ്പ് തന്നെ അവർ എത്തുന്നുണ്ട്. അവര് വന്ന് 3-4 റോഡ് ഷോയും പ്രസംഗങ്ങളും ഒക്കെ നടത്തി കഴിഞ്ഞാല് കോൺഗ്രസിന്റെ ഭൂരിപക്ഷം, അങ്ങനെയാണ് അവർ പറയുന്നത്, ഞങ്ങളുടെ ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം എവിടെ ചെന്ന് നിൽക്കൂ എന്ന് പറയാനൊക്കത്തില്ലെന്നാണ്. ഇപ്പൊ അവര് 25,000 വരെയൊക്കെ പറയുന്നുള്ളൂ ഭൂരിപക്ഷം. പക്ഷെ പ്രിയങ്കയുടെ റോഡ് ഷോ എന്ന് കഴിയട്ടെ, പ്രിയങ്ക മണ്ഡലത്തിൽ ഒന്ന് ഇറങ്ങട്ടെ, എവിടെ നിൽക്കും ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം എന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. നിങ്ങൾക്ക് പിന്നെ കാണാം, പണ്ട് EMSന്റെ കാര്യം പറഞ്ഞിട്ട് പിന്നെ കാണാമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെയാണ് പ്രിയങ്ക വന്നു കഴിഞ്ഞാൽ അവർ പറയുന്നതിനകത്ത് മറ്റൊരു വശം എന്ന് പറയുന്നത്, പ്രിയങ്കയുടെ റോഡ് ഷോ, പ്രിയങ്ക അവിടെ റോഡ് ഷോ നടത്തുകയും അവിടെ മണ്ഡലങ്ങളിൽ പ്രസംഗിക്കുകയും പല സ്ഥലങ്ങളിൽ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാണക്കാട് തങ്ങളും അവിടെ ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ്. ശരിക്കും ആ തുറന്ന ജീപ്പിലെ പ്രിയങ്ക മുമ്പിൽ നിൽക്കുന്നെങ്കിലും തൊട്ട് ചേർന്ന് തന്നെ പാണക്കാട് തങ്ങൾ ഉണ്ടായിരുന്നു. പാണക്കാട് തങ്ങളാണ് ശരിക്കും അതിന്റെ ഒരു പ്രചരണത്തിന് നേതൃത്വം കൊടുത്തത്. അദ്ദേഹമൊക്കെ തുറന്ന ജീപ്പില് ഇങ്ങനെ മണിക്കൂറുകളോളം യാത്ര ചെയ്യുകയും പ്രസംഗിയൊക്കെ ചെയ്തത് ആ മണ്ഡലത്തിൽ വലിയ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. വയനാടിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ന് പറയുന്നത് പോലെ അദ്ദേഹം മക്കയിൽ നിന്ന് തിരിച്ചെത്തി എന്നാണ് തോന്നുന്നത്. അദ്ദേഹം കൂടെ പ്രിയങ്കയ്ക്കൊപ്പം വലതുവശത്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് എന്നാണ് അവരുടെ അവകാശവാദം. അപ്പോഴും ഇടതുപക്ഷക്കാരോ അല്ലെങ്കിൽ എതിരാളികളോ പറയുന്നത്, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആര്യാടൻ മുഹമ്മദ് പാണക്കാട്ട് കുടുംബത്തിൽ പോകാത്തതും അവരെ മത നേതാവായിട്ട് ആത്മീയ നേതാവായിട്ട് സങ്കല്പിക്കാത്തതും ഒക്കെ ആയ ഒത്തിരി പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ അച്ഛൻ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ നിങ്ങൾ ഇവിടെ മറുപടി പറയുമെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതൊന്നും ഇതിനെ ബാധിക്കുകയില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളും തങ്ങൾ നേരിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ആര്യാടന്റെ ആ നെഗറ്റീവ്സം, അച്ഛൻ ചെയ്തു വെച്ച ആ നെഗറ്റീവ്സം ഒന്നും ബാധിക്കുകയില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പൊ പ്രിയങ്ക വരാനായിട്ട് കോൺഗ്രസ്സുകാർ കാത്തിരിക്കുകയാണ്. നേരെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലേക്ക് നോക്കുക. എം സ്വരാജ് നല്ല സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം അവിടെ ഏത് മണ്ഡലങ്ങളിൽ മത്സരിപ്പിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥിയൊക്കെയാണ്, അതിനകത്തൊന്നും പ്രശ്നങ്ങളില്ല. പക്ഷേ അടിസ്ഥാനപരമായിട്ട് പാർട്ടിക്ക് ഇത്ര വോട്ടുകളേ ഉള്ളൂ. അവിടെ CPM-നെ സംബന്ധിച്ചിടത്തോളം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 25, 26 അതിൽ താഴെ 30-ൽ താഴെ ശതമാനം വോട്ടുകളെ അവർക്ക് ഉള്ളൂ. ആ വോട്ടുകൾ കൊണ്ട് ജയിക്കാൻ ഒക്കുകയില്ല, ഒരിക്കലും പറ്റുകയില്ല. അല്ലെങ്കിൽ പിന്നെ സ്ഥാനാർത്ഥിക്ക് അത്തരത്തിലുള്ള മികവുണ്ടാകണം, മറ്റ് നിഷ്പക്ഷ വോട്ടുകൾ പിടിക്കാനുള്ള ഒരു കഴിവുണ്ടാകണം. അങ്ങനെയുള്ള ചില സ്ഥാനാർത്ഥികൾ അവർക്കുണ്ട്. ഇപ്പൊ തന്നെ ഒറ്റപ്പാലത്ത് നിന്ന് ജയിച്ച അവരുടെ MP ആയിട്ടുള്ള കെ രാധാകൃഷ്ണൻ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന് പാർട്ടിക്ക് ഉപരിയായിട്ട് വോട്ടുകൾ കിട്ടും. അതേപോലെ തന്നെ മറ്റൊരു മന്ത്രി, കേരളത്തിലെ മന്ത്രിയായ സജി ചെറിയാൻ കഴിഞ്ഞ പ്രാവശ്യം 20,000-ൽ പല വോട്ടിന്റെ ലീഡിലാണ് ചെങ്ങന്നൂർ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചത്. അത് പാർട്ടിക്കുപരിയായിട്ട് വോട്ട് പിടിക്കുന്നതാണ്. പക്ഷെ അത്തരം ഒരു സ്വാധീനം, അത്തരം ഒരു കഴിവ് ശ്രീ സ്വരാജിന് ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹം നാട്ടുകാരനാണ്, ബുദ്ധിജീവിയാണ്, മറ്റു കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിലും ഈ പാർട്ടിയുടെ ഈ താഴെത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് അത്തരത്തിലുള്ള ഒരു ക്യാൻവാസിങ്ങിന് അദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതിനകത്തിന് ഈ നിലവിലുള്ള അവസരങ്ങൾ, അല്ലെങ്കിൽ പിന്നെ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ അദ്ദേഹം 2ാമതും ജയിക്കുമായിരുന്നല്ലോ. ഒരു തവണ ജയിച്ച മണ്ഡലത്തിൽ 2ാമത് അദ്ദേഹത്തിന് ജയിക്കാൻ പോലും സാധിച്ചില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം അദ്ദേഹത്തിന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് അവിടെ നിലനിൽക്കുന്നുണ്ട്. 3ാമത്തെ ഘടകമാണ് പ്രധാന ഘടകം, നമ്മൾ PV അൻവറിന്റെ രാജിയാണല്ലോ ഉപതെരഞ്ഞെടുപ്പിലേക്ക് നയിച്ചത്. PV അൻവർ ഫാക്ടറാണ്. അൻവറിനോട് എല്ലാവർക്കും സ്നേഹമുണ്ട് കേട്ടോ. എല്ലാവർക്കും, അവരുടെ അണികൾക്കെല്ലാം അൻവറക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ സ്നേഹമാണ്, ആരാധനയാണ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ രാഷ്ട്രീയപരമായ ഒരു മത്സരം, ശരിക്കും പൊളിറ്റിക്കൽ യുദ്ധം വന്നു കഴിഞ്ഞാൽ, LDF UDF യുദ്ധം വന്നു കഴിഞ്ഞാൽ അൻവറിക്കയുടെ സ്ഥാനം പിന്നെ എന്താണ്?
അതാണ് അവരുടെ ഇരിക്കുന്ന ചിന്ത ഇപ്പോഴും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞതുപോലെയാണ് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ പിണറായിസത്തിനെതിരാണ്. പിണറായിസത്തിനെതിരെ കുരിശുയുദ്ധം നടത്തുന്ന അൻവറിന് അതിന്റെ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആര്യാടൻ ഷൗക്കത്ത് ജയിക്കണം. ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചെങ്കിലല്ലേ അൻവറിന്റെ കർമ്മം പൂർത്തിയാകത്തുള്ളൂ. അൻവറിന് ആകപ്പാടെ ഷൗക്കത്തിനോടുള്ള വിരോധം സ്ഥാനാർത്ഥി നിശ്ചയത്തിലുള്ള പ്രശ്നമാണ്. UDF വിരോധം അതാണ്. സ്ഥാനാർത്ഥി അദ്ദേഹം പറഞ്ഞ ആളായില്ല എന്നൊരു വിരോധം മാത്രമാണ് ഇപ്പൊ പുറത്ത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അൻവറിന് വോട്ട് ചെയ്താൽ എന്തായിരിക്കും ഫലം? അവിടുത്തെ മണ്ഡലത്തിലെ അൻവറിനെ ആരാധിക്കുന്നവരും സ്നേഹിക്കുന്നവരും അൻവറിന് വോട്ട് ചെയ്താൽ അത് വോട്ട് സ്പ്ലിറ്റ് ആക്കാനേ സാധിക്കുകയുള്ളൂ. ഒരു പക്ഷെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന് കിട്ടേണ്ട അത്തരം വോട്ടുകൾ, നിഷ്പക്ഷമായ വോട്ടുകളൊക്കെ ഒരു പക്ഷെങ്കില് ചിതറിപ്പോകാനുള്ള സാധ്യതയാണുള്ളത്. അതുകൊണ്ട് അൻവർ ജയിക്കത്തില്ല എന്ന കാര്യത്തിൽ അവർക്കും വലിയ സംശയമൊന്നുമില്ല. കാരണം ഒരു മൂന്നാം മുന്നണി സ്ഥാനാർത്ഥി ഒറ്റയ്ക്കൊന്നും അവിടെ ഒരു മണ്ഡലം ഒറ്റയ്ക്ക് ജയിച്ചെടുത്ത ഒരു പാരമ്പര്യവും ചരിത്രവും ഒന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ അൻവറിന് വോട്ട് ചെയ്ത് അങ്ങനെ ആ വോട്ട് വെറുതെ സ്പ്ലിറ്റ് ആക്കി കളഞ്ഞിട്ട് രാഷ്ട്രീയത്തിൽ ഒരു അനിശ്ചിതത്വം ഉണ്ടാക്കുന്നതിനെക്കാട്ടിൽ, അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് UDF സ്ഥാനാർത്ഥിക്ക് ഒരു ദോഷം ഉണ്ടാക്കുന്നതിനെക്കാട്ടി നല്ലത് ഇപ്രാവശ്യം മാറി ചിന്തിച്ചാലോ എന്ന് അൻവറിന്റെ അണികളും തീർച്ചയായിട്ടും ആലോചിക്കും. അതിൽ കൂടുതലുള്ള സ്വാധീനമൊന്നും അൻവറിന്റെ മണ്ഡലത്തിൽ ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടില്ല. അപ്പൊ അത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണ്. അവർ വർദ്ധിത വീര്യത്തോടുകൂടി കാത്തിരിക്കുകയാണ്. അവർ ഡൽഹിയിൽ നിന്ന് എന്നാണ് ഈ പ്രിയങ്ക ഗാന്ധിയുടെ പ്രോഗ്രാം, പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലേക്ക് എന്ന് വരും, 2 ദിവസം കിട്ടിയാൽ മതി. അവരതാ പറയുന്നത്, പരമാവധി 2 ദിവസം മണ്ഡലത്തിൽ കിട്ടിയാൽ മതി. തീർച്ചയായിട്ടും ഞങ്ങൾ ഇപ്പൊ പ്രതീക്ഷിക്കുന്ന 25,000-ന് മുകളിലേക്കുള്ള ഭൂരിപക്ഷത്തില് ആര്യാടൻ ഷൗക്കത്തിനെ അവിടുന്ന് വിജയിപ്പിച്ചെടുക്കും. പിണറായിസത്തിന് ഞങ്ങൾ അൻവർ പറഞ്ഞതൊക്കെ ആണെങ്കിൽ പോലും പിണറായിസത്തിന് ഞങ്ങൾ ഇതിലൂടെ അവസാനം ഉണ്ടാക്കും. പിണറായി വിജയൻ തന്നെയാണല്ലോ അവിടെ അൻവറിന്റെ സ്വരാജിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്, തെരഞ്ഞെടുപ്പ് കൺവെൻഷനൊക്കെ നേതൃത്വം കൊടുത്തതും ഉദ്ഘാടനം ചെയ്തതൊക്കെ പിണറായി വിജയൻ തന്നെ, മുഖ്യമന്ത്രി തന്നെയാണ്. അതിന്റെ ഇരട്ടി ആളുകളെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്നുള്ള മട്ടിൽ തന്നെയാണ് കോൺഗ്രസ്സുകാര് വൻപിച്ച വീര്യത്തോടുകൂടി, വൻപിച്ച ആവേശത്തോടുകൂടി തന്നെയാണ് മണ്ഡലത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ 10 ദിവസം ഒന്ന് കഴിഞ്ഞോട്ടെ, പ്രിയങ്ക ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക വാദ്ര ഒന്ന് വന്നോട്ടെ, ഞങ്ങളുടെ ഭൂരിപക്ഷം എത്രയാണെന്ന് ഇലക്ഷന് മുമ്പ് തന്നെ പറയാവുന്നതാണ്, തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പറയാവുന്നതാണ് കോൺഗ്രസ്സുകാരുടെ വാദം. അതിനകത്ത് ഭാഗികമായ കുറച്ച് ശരികളുണ്ട്. എന്തായാലും നിലമ്പൂരിൽ കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കാൻ പ്രിയങ്ക വാദ്ര എത്തണമെന്ന് തന്നെയാണ് അവരും അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം രാജഗോപാൽ സാർ, പ്രിയങ്ക വാദ്ര എത്തിക്കഴിഞ്ഞുള്ള കോൺഗ്രസിന്റെ നിലമ്പൂരിലെ പെർഫോമൻസ് എങ്ങനെയായിരിക്കുമെന്ന്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.